എല്ലാവർക്കും മുഹൂർത്തം ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സുനിത, ആസ്ട്രോളജറാണ്. ഇന്ന് മിഥുനം രാശിയിലെ 2 നക്ഷത്രക്കാർക്ക് 2026 ഗ്രഹസ്ഥിതി എങ്ങനെയൊക്കെയാണ് അനുകൂലമായും പ്രതികൂലമായും സ്വാധീനിക്കുന്നതെന്നാണ് പറയാനായിട്ട് പോകുന്നത്. മിഥുനം രാശിയിലെ 2 നക്ഷത്രം മകീരത്തിന്റെ അരഭാഗം, തിരുവാതിര, പുണർദത്തിന്റെ മുക്കാൽ ഭാഗവും അടങ്ങിയതാണ്. 2026 മിഥുനം രാശിക്കാർക്ക് വളരെ അനുകൂലം തന്നെയാണ്. തൊഴിൽപരമായിട്ട് ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിട്ട് തന്നെ പറയണം. കാരണം കർമാധിപതിയായ ഗ്രഹം ജന്മരാശിയിലും കർമാധിപതിയായ ഗ്രഹം ഉച്ചനായി 2ാം ഭാവത്തിലും സഞ്ചരിക്കുന്നതായ ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ധനപരമായും തൊഴിൽപരമായും വിദ്യാഭ്യാസപരമായും ഒക്കെ പുരോഗതി ഉണ്ടാവും. പുതിയ അവസരങ്ങളൊക്കെ ഉണ്ടാവും. ആശയവിനിമയ ശേഷി വർദ്ധിക്കും. വ്യക്തിത്വത്തിലും നിലപാടിലും പെരുമാറ്റത്തിലും ഒക്കെ വളരെ ആകർഷകത്വം വർദ്ധിക്കുന്നതായ ഒരു സമയം തന്നെയായിട്ട് പറയാൻ പറ്റും. സ്പൗസുമായിട്ടുള്ള മാനസിക അടുപ്പം വർദ്ധിക്കും. സ്പൗസിന് വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും സാമ്പത്തികമായും പുരോഗതി ഉണ്ടാവും. കാരണം 7ാം ഭാവാധിപതിയായ ഗ്രഹമാണ് 7ാം ഭാവത്തെ വീക്ഷിക്കുന്നത്. 7ാം ഭാവാധിപതിയായ ഗ്രഹം ഉച്ചനായി സഞ്ചരിക്കുന്നതായ ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടം സ്പൗസിനും കുട്ടികൾക്കും ഒക്കെ അനുകൂലമാണ്. കാരണം സന്താനകാരകനായ ഗ്രഹമാണ് വ്യാഴം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുടുംബത്തിനും ഒക്കെ വളരെ അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമാണ്. ശനി മീനം രാശിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ജോലിയിൽ കഠിനാധ്വാനവും ഉത്തരവാദിത്വവും ആവശ്യമാണ്. വ്യാഴത്തിന് 5, 9 ഭാവങ്ങളിലോട്ടുള്ള വീക്ഷണം, വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിയും കലാപരമായിട്ടുള്ള നേട്ടങ്ങളും ഒക്കെ ഉണ്ടാവും. എഴുത്ത്, സംഗീതം, നൃത്തം, വാദ്യോപകരണങ്ങൾ തുടങ്ങിയ മേഖലയിൽ വലിയ വിജയം പ്രതീക്ഷിക്കാവുന്നതാണ്. തൊഴിൽ ബിസിനസ് രംഗങ്ങളിൽ വളർച്ചയുണ്ടാവും. ശനിയുടെ സ്വാധീനം കൊണ്ട് തന്നെ ജോലിയിൽ കൂടുതൽ ശ്രദ്ധിക്കാനും ഉയർച്ച നേടാനും സാധിക്കും. തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്കും ഈ സമയം വളരെ അനുകൂലമാണ്. വിവാഹാലോചനകളൊക്കെ നടത്തുന്ന വ്യക്തികൾക്ക് നല്ല വിവാഹ ബന്ധം വന്നു ചേരുകയൊക്കെ ചെയ്യും. റിസർച്ച് ചെയ്യുന്നവർക്കും സയൻറ്റിസ്റ്റുകൾക്കും ഒക്കെ മികച്ച നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. രാഷ്ട്രീയ പ്രവർത്തകർക്കും അഡ്വക്കേറ്റ്സിനും ഈ വർഷം വളരെ അനുകൂലമാണ്. ഫിഷറീസ്, ലോജിസ്റ്റിക്സ്, IT, കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കും ന്യൂസ് റീഡേഴ്സ് അവർക്കൊക്കെ അവരവരുടേതായ ഹാർഡ് വർക്കിന് ആനുപാതികമോ അതിൽ കൂടുതലോ ആയിട്ടുള്ള അർഹമായ ഒരു ഫലം ലഭിക്കുന്നതായ ഒരു സമയമാണെന്ന് പറയാൻ പറ്റും. ശനിയുടെ സ്വാധീനം ഉത്തരവാദിത്തങ്ങളൊക്കെ വർദ്ധിപ്പിക്കുമെങ്കിലും ആത്മവിശ്വാസത്തോടെയുള്ള പ്രവർത്തനങ്ങൾ വിജയം നൽകുകയും ചെയ്യും. ഉന്നത ഉദ്യോഗസ്ഥരുടെ സഹപ്രവർത്തകരുടെയും പിന്തുണ ലഭിക്കും എന്ന് പറയാൻ പറ്റും. ജോലിസ്ഥലത്ത് പദവികളും അംഗീകാരവും പ്രശസ്തിയും നേടാൻ ഈ കാലഘട്ടം അനുകൂലം തന്നെയാണ്. പുതിയ ആശയങ്ങളും പദ്ധതികളും വ്യക്തി ജീവിതത്തിലും തൊഴിൽ രംഗത്തും ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യും. പുതിയ പ്രവർത്തന രീതികളും നയങ്ങളും ബിസിനസ് വിപുലീകരിക്കുന്നതിനും വളർച്ചയ്ക്കും സഹായമാകുകയും ചെയ്യും. സാമൂഹിക സ്വാധീനം വർദ്ധിക്കുന്നത് പൊളിറ്റിക്സിലൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് വളരെ ഗുണകരമാണ്. പൊതുസമൂഹത്തിൽ അംഗീകാരവും സ്വീകാര്യതയും ലഭിക്കുന്നതിനോടൊപ്പം തന്നെ മുൻപുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ക്രമേണ മാറുകയും ചെയ്യും. പ്ലാനിംഗ് എഞ്ചിനീയേഴ്സ്, അധ്യാപകർ, കൗൺസിലേഴ്സ്, ഡോക്ടേഴ്സ്, കെയറർ സർവീസൊക്കെ ചെയ്യുന്ന വ്യക്തികൾ, അഭിനേതാക്കൾ, സംഗീതജ്ഞന്മാർ, ഹാസ്യകലാകാരന്മാർ, ലോജിസ്റ്റിക് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തികൾ ഈ വർഷം വളരെ അനുകൂലമാണ്. ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വീട് പണി പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നവർക്കും ഈ സമയം വളരെ അനുകൂലം തന്നെയാണ്. കുടുംബത്തിലെ സാമ്പത്തിക കാര്യങ്ങൾ അച്ചടക്കത്തോടെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ജൂൺ മാസത്തിന് ശേഷം കുടുംബത്തിൽ വിവാഹം, മതപരമായ ചടങ്ങുകൾ, ഇത്തരത്തിലുള്ള ശുഭകരമായ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ കുടുംബത്തിൽ നടക്കാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾക്കായി ധനം വ്യയം ചെയ്യാനും സാധ്യതയുണ്ടെന്ന് പറയാം. ദീർഘകാലമായി ലഭിക്കാതിരുന്ന പണം തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല നിലവിലെ കടബാധ്യതകളൊക്കെ തീർക്കാനും ഫൈനാൻഷ്യൽ സ്ട്രെസ് നമുക്ക് കുറഞ്ഞു കിട്ടാനും കഴിയുന്നതായ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പല എഫർട്ടും നമ്മൾ കൊടുക്കുന്നതായ സമയമാണെന്ന് പറയാൻ പറ്റും. കൈകൾ, തോളുകൾ എന്നിവ സംബന്ധിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. വിദേശ രാജ്യങ്ങളുമായോ വിദേശികളുമായോ ഉള്ള ബന്ധത്തിലൂടെ ഭാഗ്യവും നേട്ടങ്ങളും കൊണ്ടുവരാം. ഈ വർഷം ധാരാളം യാത്രകൾക്ക് അവസരം ഉണ്ടാവുകയും ചെയ്യും. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്ത് പോകാനിടയുണ്ട്. വിദേശവാസത്തിനും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. അച്ഛൻ്റെയും സഹോദരങ്ങളുടെയും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം എന്ന് പറയാൻ പറ്റും. സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് എന്ന് പറയാം. ജൂൺ വരെ വ്യാഴം ജന്മരാശിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ വ്യക്തിത്വത്തിൽ ആകർഷകത്വം വർദ്ധിക്കും. ബന്ധുക്കൾ കൂടുതൽ അതുപോലെ വ്യക്തിത്വത്തിലൊക്കെ വളരെ ആകർഷകത്വം വർദ്ധിക്കും. അതുപോലെ ബന്ധുക്കളുടെ ഇടയിലും ബന്ധങ്ങൾക്കിടയിലും കൂടുതൽ ശക്തമായ ഒരു ദൃഢമായ ബന്ധം ഉണ്ടാവുകയൊക്കെ ചെയ്യും എന്ന് പറയാൻ പറ്റും. എന്നാൽ 3ാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുന്നതുകൊണ്ട് സഹോദരങ്ങളുമായിട്ടുള്ള റിലേഷൻ കുറച്ച് ശ്രദ്ധിക്കുകയും വേണം എന്നുള്ളതാണ്. മാനസിക അടുപ്പം വർദ്ധിക്കും. മറ്റുള്ളവർ ബന്ധുജനങ്ങളുമായിട്ടൊക്കെ മാനസിക അടുപ്പം വർദ്ധിക്കും.
സ്വാധീനിക്കുകയും ചെയ്യും. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തികൾക്ക് ക്രമേണ ആശ്വാസം ലഭിക്കും. ഒരേ സമയം നിരവധി ചിന്തകളും ഉത്കണ്ഠകളും ഉണ്ടായേക്കാമെങ്കിലും സെൽഫ് മോട്ടിവേഷൻ വഴി അവയെ അതിജീവിച്ച് മുന്നേറാനായിട്ട് നമുക്ക് കഴിയുകയും ചെയ്യും എന്ന് പറയാൻ പറ്റും. 10ാം ഭാവാധിപതിയായ ഗ്രഹം 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ കുടുംബ ബിസിനസ് ചെയ്യുന്നവർക്കും പൊതുവെ ബിസിനസ് രംഗത്ത് നിൽക്കുന്നവർക്കും വളരെ അനുകൂലമാണ്. ധനഭാവവും കർമ്മഭാവവും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവും. ധനഭാവവും കർമ്മഭാവവും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ്. ഭക്ഷണവുമായി ബന്ധപ്പെട്ട ബിസിനസ്, ഹോട്ടൽ ബിസിനസ്, ബേക്കറി, മത്സ്യബന്ധനം, ഗ്രോസറി ഇത്തരത്തിലുള്ള മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കും അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടറുമായിട്ട് ധനകാര്യവുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക്, അക്കൗണ്ട്സ് റിലേറ്റഡ് ജോബ്സ് ഒക്കെ ചെയ്യുന്നവർക്കും ഈ വർഷം വളരെ പുരോഗതി ഉണ്ടാവും. അധ്യാപനം, കൗൺസിലിംഗ്, ട്രെയിനിങ്, മോട്ടിവേഷണൽ സ്പീക്കേഴ്സ്, ലീഗൽ അഡ്വൈസർ, ഫൈനാൻഷ്യൽ അഡ്വൈസർ, ക്വാണ്ടിറ്റി സർവേയർ തുടങ്ങിയ മേഖലയിലും മാനേജറിയൽ രംഗത്ത് ശോഭിക്കാനായിട്ട് ഇത്തരത്തിലുള്ള മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമാണ്. യോഗ, സ്പോർട്സ് കോച്ച്, അതുപോലെ ഫിസിയോതെറാപ്പി, വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമാണ്. മികച്ച സാമ്പത്തിക നേട്ടം നൽകുന്നതിനോടൊപ്പം തന്നെ അച്ഛൻ്റെ മാർഗനിർദ്ദേശങ്ങളും തൊഴിലിലും ജീവിതത്തിലും പുരോഗതി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും. തത്വചിന്തയിലും ആത്മീയതയിലുമുള്ള താല്പര്യം വർദ്ധിക്കും. കഠിനാധ്വാനം കൊണ്ട് കുടുംബത്തിന് സന്തോഷവും ഉയർച്ചയും നൽകാനായിട്ട് സാധിക്കുകയും ചെയ്യും. അച്ഛന് നിലനിന്നിരുന്ന ആരോഗ്യപരമോ സാമ്പത്തികവുമായ പ്രശ്നങ്ങൾക്ക് മാറ്റം ഉണ്ടാവും എന്ന് പറയാൻ പറ്റും. ചിന്തിച്ചും വിവേകത്തോടെയുള്ള തീരുമാനങ്ങൾ എടുത്ത് ഉപകാരസ്മരണയോടെ ബന്ധുക്കളെ സംരക്ഷിക്കാനും ഒക്കെയുള്ളൊരു മനോഭാവം ഉണ്ടാവും എന്ന് പറയാൻ പറ്റും. ഈശ്വരഭക്തിയും വിനയവും വർദ്ധിക്കും. സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം താല്പര്യം കുറയാൻ സാധ്യതയുണ്ട് എന്ന് പറയാൻ പറ്റും. സഹോദരങ്ങളോടും അയൽക്കാരുമുള്ള വൈകാരികമായ അകൽച്ച ഒഴിവാക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. ഓൺലൈൻ വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോമുകൾ, വ്ളോഗിങ്, അതുപോലെ ബീച്ച് റിസോർട്ടുകൾ, വിദേശികളുമായിട്ടുള്ള ബിസിനസ് എന്നിവ ഇത്തരത്തിലുള്ള ബിസിനസ്സിലൂടെയൊക്കെ സാമ്പത്തിക ഉയർച്ച നേടാനായിട്ട് സാധിക്കും എന്ന് പറയാൻ പറ്റും. അതുപോലെ യാത്രകൾ, ആത്മീയ പഠനങ്ങൾ എന്നിവയ്ക്കായി അമിതമായ എന്തെങ്കിലും ചില കോഴ്സുകൾ ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ യാത്രകൾ ചെയ്യുന്നത് കൊണ്ടോ ആത്മീയ പഠനങ്ങൾക്കായി ഒക്കെ വേണ്ടിയിട്ട് ധാരാളം ധനം ചെലവഴിക്കാനും സാധ്യതയുണ്ടെന്ന് പറയാൻ പറ്റും. ആത്മീയ ഗുരുവിൻ്റെ കീഴിലുള്ള പഠനത്തിനും മതം, തത്വചിന്ത തുടങ്ങിയ വിഷയങ്ങളിലുള്ള പഠനത്തിനും വളരെ അനുകൂലമാണ് ഈ ഒരു കാലഘട്ടം. വിനയം, സമർപ്പണം, ശാന്തമായ ആത്മീയ വളർച്ച എന്നിവയും ഉണ്ടാകും ഈ സമയത്ത്. പുണ്യസ്ഥലങ്ങളിലോ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലോ ഉള്ള യാത്രകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഈ സമയത്ത്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമാണ് ഈ സമയം. അക്കാഡമിക് ഗ്രോത്ത് ഉണ്ടാവും. വെറുതെ കാണാതെ പഠിക്കുന്നതിന് പകരം വിഷയങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാനും വിമർശനാത്മകമായി ചിന്തിക്കാനും പ്രായോഗിക ബുദ്ധി ഉപയോഗപ്പെടുത്താനും പഠനത്തിൽ തുടർച്ചയായ പുരോഗതി ഉണ്ടാക്കാനും കഴിയും എന്ന് പറയാൻ പറ്റും ഈ ഒരു സമയത്ത്. അതുപോലെ പ്രിന്റിംഗ് പ്രസ്, ബുക്ക് സ്റ്റോള് ഇത്തരത്തിലുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും റൈറ്റേഴ്സിന് റോയൽറ്റി വഴിയൊക്കെ ധനാഗമം ഉണ്ടാകുകയും ചെയ്യും എന്ന് പറയാൻ പറ്റും. അതുപോലെ ഓൺലൈൻ ഓഫ്ലൈൻ മാർഗങ്ങളിലൂടെയുള്ള പാർട്ട് ടൈം ജോലികൾ ചെയ്യുന്നവർക്കും വരുമാനം നേടാനായിട്ട് അങ്ങനെ ഒരു സൈഡ് ഇൻകം നമുക്ക് ഉണ്ടാക്കി കൊണ്ടുപോകാനായിട്ടും പറ്റും എന്നുള്ളതാണ് ഈ സമയത്ത്. ഒരു എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. ട്യൂഷൻ, ഡേ കെയർ തുടങ്ങിയ കുട്ടികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കും ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. സർക്കാർ പ്രൊജക്റ്റുകൾ കൈകാര്യം ചെയ്യുന്നവർക്ക് ഈ സമയം അനുകൂലം തന്നെയാണ്. പങ്കാളിയിൽ നിന്നുള്ള കരുതലും പിന്തുണയും ലഭിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും. കാരണം 7ാം ഭാവാധിപതി ബലവാനായതുകൊണ്ട് തന്നെ IELTS OET ഒക്കെ ഡേറ്റ് എടുക്കുന്ന വ്യക്തികൾ ഈ വർഷം വളരെ അനുകൂലം തന്നെയാണ്. തൊഴിൽ തടസ്സങ്ങൾ നീങ്ങുന്നതിനോടൊപ്പം തന്നെ തൊഴിൽ മാറ്റത്തിനും വിദേശത്ത് അവസരങ്ങൾക്കും ഒക്കെ തന്നെ വഴിയൊരുങ്ങുകയും ചെയ്യും. മാർക്കറ്റിംഗ്, ബാങ്കിങ്, ഫിനാൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളും സാലറി റിവിഷനും പ്രതീക്ഷിക്കാവുന്നതാണ്. മികച്ച മാനേജ്മെന്റിലൂടെ ബിസിനസ് വിപുലീകരിക്കാനും സ്ഥാപനത്തിന്റെ ഗുഡ്വിൽ വർദ്ധിപ്പിക്കാനും സാധിക്കും ഈ ഒരു സമയത്ത്. ഹോട്ടൽ ബിസിനസ്, പാർട്ണർഷിപ്പ് ബിസിനസ്സുകൾക്കൊക്കെ ഈ വർഷം അനുകൂലം തന്നെയാണ്. 2ാം ഭാവത്തിലെ വ്യാഴം നിക്ഷേപങ്ങൾ, പാരമ്പര്യ സ്വത്ത്, ഒരു പാസീവ് ഇൻകം എന്നിവയിലൂടെ സാമ്പത്തിക വളർച്ച നൽകും എന്ന് പറയാൻ പറ്റും. പണം ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാനും വീട് പണി പൂർത്തിയാക്കാനും സാധിക്കും ഈ സമയത്ത്. റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവർക്കും ഈ സമയം വളരെ ഗുണകരമാണെന്ന് പറയാൻ പറ്റും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. കുടുംബാംഗങ്ങളുടെ പിന്തുണ വലിയ കരുത്തായി മാറുകയും ചെയ്യും ഈ ഒരു സമയത്ത്. കാരണം കുടുംബ ഭാവത്തിലാണ് ഒരു ഗ്രഹം, അതും വ്യാഴം ഉച്ചനായി സഞ്ചരിക്കുന്നത്. 7ാം ഭാവാധിപൻ ആയ ഗ്രഹം 2ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ വിവാഹ തടസ്സ
തടസ്സങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ മാറി കിട്ടും. സമാന ചിന്താഗതിക്കാരായ പങ്കാളിയെ ലഭിക്കുകയും ചെയ്യും. സ്പൗസിന് സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാവും. സന്താനങ്ങൾക്ക് മികച്ച വിദ്യാഭ്യാസ തൊഴിൽ പുരോഗതിയും ഈ സമയത്ത് ഉണ്ടാവും എന്ന് പറയാൻ പറ്റും. 2ാം ഭാവത്തിലെ വ്യാഴം തീരുമാനങ്ങൾ ധാർമ്മികമായ നിലപാടുകൾ നിലനിർത്താനായിട്ട് സഹായിക്കും എന്ന് പറയാം. ദാനധർമ്മങ്ങളിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും താല്പര്യം വർദ്ധിക്കും. വിവേകപൂർണമായ സംഭാഷണവും ക്ഷമയും കൊണ്ട് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം ദൃഢമാക്കാനായിട്ട് കഴിയുകയും ചെയ്യും. ആത്മവിശ്വാസത്തോടെ വെല്ലുവിളികളെ നേരിടാൻ കഴിയും. അതുപോലെ ഇൻ്റർവ്യൂവിലൊക്കെ മികച്ച രീതിയിൽ അറ്റൻഡ് ചെയ്യാനും സാധിക്കുന്നതായ സമയമാണെന്ന് പറയാൻ പറ്റും. ടീച്ചിങ്, കൗൺസിലിംഗ്, ട്രെയിനിങ്, ബാങ്കിങ്, നിയമം, IT, അതുപോലെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ്, കൊറിയർ സർവീസ്, ഫൈനാൻഷ്യൽ അഡ്വൈസർ തുടങ്ങിയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അപ്പോൾ ഇതൊക്കെയാണ് മിഥുനം രാശിയിലെ 2 നക്ഷത്രക്കാർക്ക് 2026 കുറച്ച് ഫലം. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുള്ള ആൾക്കാരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനിയും കാണാം. ബൈ.